കാരുണ്യ ക്ഷേമനിധി 266ാമത് പ്രതിമാസ യോഗത്തിൽ ശ്രീ ബാബു കോൽപ്പുറത്തിന്റെ വകയായി 2-ാം തീയതി ഞായറാഴ്ച കാരുണ്യ നഗറിൽ വെച്ച് പഠനോപകരണ വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. SLCക്ക് ഫുൾ A+ നേടിയ കുമാരി അനുനന്ദ ബൈജുവിന് പ്രസിഡന്റ് MA മോഹൻ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ശ്രീ ബിജോയ് ജനത മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ SSLC പരീക്ഷയിൽ ഉയർന്ന വിജയം നേടുന്ന കുട്ടികൾക്ക് നമ്മുടെ സമിതി പ്രോത്സാഹന സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും നൽകുന്നുണ്ട്. സമിതി പ്രസിഡന്റ് തന്റേതായ ഒരു വ്യക്തിഗത ഇനത്തിലും ക്യാഷ് പ്രൈസ് നൽകി സഹായിക്കുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾ പഠിച്ച് കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഇന്നത്തെ ഈ മോശമായ അന്തരീക്ഷത്തിൽ ചതിയുടെയും വഞ്ചനയുടെയും കാപട്യത്തിന്റെയും ആ ചുഴികളിൽ പെട്ടുപോകാതെ നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നമ്മുടെ സമിതിയിലെ എല്ലാ കുട്ടികളെയും അവരെ കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയുള്ള സമിതിയുടെ ഒരു സഹായഹസ്തമാണ് ഇന്നിവിടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കായി എല്ലാ കുട്ടികൾക്കും വീണ്ടും അവരുടെ ഭാവി ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമിതി തുടങ്ങിയിട്ട് 24 വർഷം കഴിഞ്ഞു. അപ്പൊ 25ാമത്തെ വാർഷികം വരാണ്. പിന്നെ ഈ കാരുണ്യക്ഷേമ സഭയിലെ കുട്ടികൾക്കും മക്കൾക്കും ഈ എല്ലാ വർഷവും ബുക്ക് കൊടുക്കുന്നതിനും നല്ല ഒരു പഠന സൗകര്യത്തിനും അവരുടെ വളർച്ചയ്ക്കും വേണ്ടി നൽകുന്ന ഒരു സമ്മാനമാണ്. ഇതെല്ലാവർക്കും ക്ഷേമ സമിതി രൂപീകൃതമായിട്ട് 24 വർഷം പിന്നിടുകയാണ്. 25ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പഠനോപകരണവും അതേപോലെ തന്നെ SLC+2 വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും നമ്മളിവിടെ എല്ലാ വർഷവും കൊടുത്തു വരുന്നുണ്ട്. കുട്ടികൾക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുന്നത്. ഇന്നിവിടെ SLCക്ക് ഫുൾ A+ മേടിച്ച വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം ഇന്നിവിടെ നൽകിയിരുന്നു. അത് നമ്മുടെ വീട്ടിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു പ്രോത്സാഹനം തന്നെയാണ്. 24 വർഷമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ കുടുംബക്ഷേമ സംഘം വളരെ നല്ല രീതിയിൽ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലായിട്ടും ഈ കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി സഹായങ്ങൾ, അതുപോലെ തന്നെ ഈ അംഗങ്ങളുടെ അടുത്ത് പാവപ്പെട്ട പല അംഗങ്ങളുടെ വീടുകളിലും പലവിധ മരണാനന്തര സഹായവും വിവാഹ സഹായവും ഈ ക്ഷേമ സംഘം നടത്തി വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ക്ഷേമ സംഘമാണ്. ഇവിടെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ജാതിഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഞങ്ങളുടെ ഈ ക്ഷേമ സംഘം പ്രത്യേകം ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ കുട്ടികളുടെ പഠനോപകരണ വിതരണം, പിന്നെ ഈ കുട്ടികളായിരിക്കും ഇനി ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ നിയന്ത്രിക്കുന്ന വിദ്യാർത്ഥികൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രാഷ്ട്രീയ രംഗത്തും ഉദ്യോഗസ്ഥ തലങ്ങളിലും പ്രവൃത്തി മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് നല്ല രീതിയിൽ വർത്തിക്കണമെന്നാണ് നമുക്ക് ഈ കുട്ടികളോടൊക്കെ പറയാനുള്ളത്. ഇവരെല്ലാം നല്ല രീതിയിൽ തന്നെ വളരണമെന്നും നമുക്ക് ആശംസിക്കാം. ഈ വർഷം SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും A+ കരസ്ഥമാക്കിയ കുമാരി അനുനന്ദ ബൈജുവിന് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ MA മോഹൻ അവർ നൽകുന്ന പ്രത്യേക ക്യാഷ് അവാർഡ് കൈമാറും. സാധാരണ പറയും മാവിനടിയില് ഒരു പുഴു, അത് ആർക്കും അവകാശപ്പെട്ടതാണ്. കുട്ടികളധികം കാണുന്നില്ല, മാവിനടിയിൽ ഒരു പുഴു ആർക്കും അവകാശപ്പെട്ടതാണ്. എന്തായാലും ഒരു കിളിക്ക് അവകാശപ്പെട്ടത്, ആ പുഴുവിനെ തിന്നാൻ വരുന്ന കിളിക്ക് അവകാശപ്പെട്ടത്. പക്ഷെ പ്രശ്നം ഏത് കിളിക്കാണ് അത് കിട്ടുക? ഏറ്റവും ബെസ്റ്റ് കിളിക്ക് അത് കിട്ടുമോ? ബെസ്റ്റ് കിളിയായിട്ട് കാര്യമില്ല, ഫസ്റ്റ് കിളിയാവണം. എന്താണ് ഫസ്റ്റ് കിളിയാവണം? നല്ല ചിറകും നല്ല ആരോഗ്യമുള്ളൊരു കിളി, രാവിലെ നേരത്തേക്ക് എഴുന്നേക്കാതെ
സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഈ പുഴുവിനെ എടുക്കാൻ ചെല്ലുമ്പോഴേക്കും ചിറകൊടിഞ്ഞ് അധികം നന്നായിട്ട് പറക്കാൻ പറ്റാത്തൊരു കിളി ചെന്ന് ഈ പുഴു കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ജീവിതത്തിൽ ബെസ്റ്റ് ആവുന്നതല്ല ഇന്നത്തെ കാലത്തെ പ്രശ്നം, ഫസ്റ്റ് ആവലാണ് പ്രശ്നം. ഞാൻ ഫസ്റ്റ് വന്നിരുന്നത് ഞാൻ ചിലപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്താണ്. അങ്ങനെയാണ് നമുക്ക് പലതും നഷ്ടപ്പെടും. എന്തായി കഴിഞ്ഞാൽ വൈകി കഴിഞ്ഞാൽ വൈകി എത്തുന്ന പുഴു കിട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല, വൈകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ആവുക എന്ന് പറയുന്നതാണ് പ്രശ്നം. നമ്മൾ എന്താവണം? ഫസ്റ്റ് ആവണം, ബെസ്റ്റ് ആവണം കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ ബെസ്റ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നവരാണ്. കുട്ടികൾ ബെസ്റ്റ് ആവണം. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ എ പ്ലസ്, ഫുൾ എ പ്ലസ്. ഇപ്പൊ ഇന്ന് രാവിലെ 3 പരിപാടി കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇളങ്ങുന്നപ്പോഴേലും ഒരു പരിപാടിയില് ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, ഫുൾ എ പ്ലസ് ഇട്ട് കുട്ടിയാണ്, നമ്മൾക്ക് എന്താവാനാണ് ആഗ്രഹം? കുട്ടി ഒന്ന് കുറച്ച് പരിങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ എ പ്ലസ് ഇട്ട് കുട്ടിയോട് ചോദിച്ചു, ഏത് വിഷയമാണ് ഏറ്റവും ഇഷ്ടം? പറയാൻ പറ്റില്ല, എല്ലാ വിഷയത്തിനും എ പ്ലസ് ആണ്. എല്ലാ വിഷയവും എ പ്ലസ് ആയിട്ട് ഏത് വിഷയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഏത് വിഷയം പഠിക്കണമെന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിൽ എല്ലാം 50-50 എഴുതി ചെയ്യും. കുഴപ്പമല്ല ഞാൻ പറയുന്നത്, കുഴപ്പമല്ല പറയുന്നത്. പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. കടലിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കടലിൽ വഴിയുണ്ടാവും. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വഴി, ഇതൊരു പഞ്ചായത്ത് റോഡാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്. കുറച്ചുകൂടി ദൂരെ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ നാഷണൽ ഹൈവേ ഉണ്ട്. ഇങ്ങോട്ട് വരാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. കരയിൽ എന്തുണ്ട്? വഴിയുണ്ട്. കടലിൽ എന്തില്ല? വഴിയില്ല. ഈ വഴിയില്ലാത്ത കടലിൽ എന്ന് വെച്ച് കപ്പലുകൾ സഞ്ചരിക്കാതിരിക്കുന്നുണ്ടാണ്? സഞ്ചരിക്കുന്നില്ല. അപ്പൊ വഴിയില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് സഞ്ചാരം നടക്കുന്നത്? സഞ്ചാരം നടക്കുന്നത് കടലിൽ ഇറങ്ങുന്നതിന് മുമ്പ്, കടലിലേക്ക് സഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പ് കപ്പലിലുള്ള കപ്പിത്താൻ എന്ത് സെറ്റ് ചെയ്യും? എത്തേണ്ട ഇടം, ലക്ഷ്യം, എന്താ പറയാ, ലക്ഷ്യം സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് എവിടേക്കാണ് എത്തേണ്ടത് എന്നത് കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യും. ഏറ്റവും ഉള്ളിലിരിക്കുന്ന സാധനങ്ങൾ കഴിക്കണ്ടെന്ന് കരുതി പോകും. അപ്പൊ എന്തെടുത്ത് ചെയ്യുന്നു? കുരു എടുത്ത് ചെയ്യുന്നു. വേണ്ടാത്ത കരുതിട്ട് കളയും. കാരണം വേണ്ട സാധനം ഏറ്റവും ഉള്ളിലല്ല ഇരിക്കണം. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കേൾക്കാറില്ല, എല്ലാത്തിന്റെ ഉള്ളിലാണ് അതിന്റെ സത്യം ഇരിക്കുന്നത്. പക്ഷെ ചക്കലല്ല, എല്ലാത്തിന്റെ ഉള്ളിൽ പോയി എടുത്തു കഴിഞ്ഞാൽ കുരുവായിരിക്കും കിട്ടുന്നത്. ഇടയിൽ എവിടെയുമാണ് ആ സാധനം ഇരിക്കുന്നത്. അപ്പൊ ഇടയിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന സാധനം ആർക്കാ അറിയാവുന്നത്? ഇതിനു മുമ്പ് ആ വഴികളിലൂടെ സഞ്ചരിച്ച മനുഷ്യർക്കാണ് അറിയാവുന്നത്. അതിനാണ് രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. അതാണ് തണൽ. ഇപ്പൊ മോൾക്ക് തണൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതൊരു മരം നിന്ന് വെയിൽ കൊള്ളുന്നതുകൊണ്ടാണ്. ഈ മരമെല്ലാം കൊള്ളുന്ന വെയിലാണ് തണൽ. നമ്മൾ എഴുതും തണല് തനിയുണ്ടായത്. നമുക്ക് തണല് കിട്ടുന്നെങ്കിൽ മറ്റൊന്ന് വെയിൽ കൊള്ളുന്നുണ്ട്. ആ ബോധ്യം വേണം. ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ